നരേന്ദ്രമോദിയെ ചെവിക്ക് പിടിച്ച് വെളിയിലിറക്കുക, അല്ലേ? ഇതല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം? ആ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അംഗങ്ങൾ വേണ്ടത്? കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ അംഗങ്ങൾ കൂടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കേരള നിയമസഭയിൽ അംഗങ്ങളെ കൂട്ടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇനി പോട്ടെ, പാർലമെന്റാണ്. രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ അധികാരഭ്രഷ്ടനാക്കണമെങ്കിൽ, സംഘപരിവാറിനെ അധികാരഭ്രഷ്ടമാക്കണമെങ്കിൽ സാധിക്കുന്ന ഏക മാർഗം ഈ രാജ്യത്തെ ലോക്സഭയിൽ പരമാവധി മതേതര മുന്നണിയുടെ ആളുകൾ ജയിച്ചു വരണം. ഒന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന തത്വം എന്താ? നമ്മുടെ രാജ്യത്തെ പാർലമെന്ററി കീഴ്വഴക്കം എന്താ? രാഷ്ട്രപതി ആരെയാ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ മെമ്പർമാരുള്ള പാർട്ടിയെ, ആ പാർട്ടിയുടെ നേതാവിനോട് പറയും, വരൂ നമുക്ക് സർക്കാർ ഉണ്ടാക്കാമെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വേണ്ടത് എവിടെയാണ്? ലോക്സഭയിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആകെ നഷ്ടപ്പെട്ട ഈ ആലപ്പുഴ മണ്ഡലം കൂടി തിരികെ പിടിക്കുവാൻ, ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തന്നെ ജയിക്കുമെന്ന് നമുക്ക് ഏറ്റവും അധികം ഉറപ്പുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല മത്സരിക്കുന്നത്, ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മത്സരിക്കുകയാണ്. അദ്ദേഹം MLA അല്ലേ, മത്സരിക്കേണ്ട കാര്യമുണ്ട്, മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് MLA ആണ്, വീണ്ടും മത്സരിക്കുകയാണ് പാർലമെന്റിലേക്ക്. സച്ചിൻ പൈലറ്റ് മത്സരിക്കുകയാണ്. ഈ കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ BJPയിൽ പോയി അമിത്ഷായുടെ ഷോള് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഒരാഴ്ച മൊത്തം വാർത്ത കൊടുത്ത കമൽനാഥ് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, കമൽനാഥിന്റെ മകൻ ചിന്ദ്വാരയിലെ സിറ്റിംഗ് MP രണ്ടുപേരും മത്സരിക്കുക കോൺഗ്രസിന് വേണ്ടിയിട്ട്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ രാജ്യത്തെ കോൺഗ്രസിന്റെ രണ്ടാമന് മാറി നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഒരു ലോക്സഭാ മെമ്പറെ കൂടെ വർദ്ധിപ്പിക്കുവാൻ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നത്. ഇപ്പോൾ CPM-കാർ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? പോട്ടെ, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറയും, എന്തിനാ KC വേണുഗോപാൽ മത്സരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ നേതാവല്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം, KC വേണുഗോപാൽ ഇതുവരെ നോമിനേഷൻ കൊടുത്തിട്ടില്ല, നമുക്ക് കുറേ കൊടുക്കണ്ട, അങ്ങ് മാറിയിക്കും. പാവപ്പെട്ട ആ ഗോവിന്ദനെയൊക്കെ ഇങ്ങനെ കരയിക്കാൻ പാടുണ്ടോ? നിങ്ങൾ മത്സരിക്കേണ്ട, മാറിയിക്കാൻ പറയും. അപ്പോഴാണ് അവിടെ ഉണ്ട് സാധിച്ചോ? ഇല്ല. ബിനോയ് വിശ്വം, അത് പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല. എന്നാൽ ശരി, രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട, മാറി നിൽക്കട്ടെ. അപ്പോൾ സുനിൽകുമാർ പറയൊക്കെ മുരളീധരൻ എന്തിനാ തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നത്? അപ്പോൾ മുരളീധരനെ മാറ്റി നിർത്താം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, AKG സെൻറ്ററിൽ നിന്നൊരു ലിസ്റ്റ് ഇതാ, ഞങ്ങൾ മാറ്റി നിർത്തേണ്ടവരെല്ലാം മാറ്റി നിർത്താം. ആ സീറ്റിലെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വോട്ടും ചെയ്യാം, ഒരു തർക്കവും വേണ്ട, നമ്മളത് പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റൂ? ഞങ്ങൾക്ക് BJP മാറണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല ഈ മത്സരം. രാജ്യത്ത് BJP അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ വോട്ട് ചെയ്യാം, നിങ്ങൾ സർക്കാർ ഉണ്ടാക്കുമോ? ഇല്ല. കാരണം ഈ രാജ്യത്ത് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം എത്രയാ? 273. CPM ഈ രാജ്യത്ത് ആകെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാ? 47. ആകെ ഈ രാജ്യത്ത് 47 സീറ്റിൽ അവന്മാർ മത്സരിക്കുന്നുള്ളൂ. അവന്മാരാണ് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾ മൊത്തം കൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ മത്സരിക്കണ്ടേ, എന്നിട്ടല്ലേ ജയിക്കുന്ന കാര്യം. നിങ്ങൾ ആദ്യം ഒരു 273 സീറ്റിലൊന്നും മത്സരിച്ചിട്ട് ഞങ്ങളെ കണ്ട് ഉപദേശമൊക്കെ ഉപദേശിക്കാം. എത്ര കാലമായിട്ട് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് എത്ര കാലമായെന്നറിയാമോ? ഇത്രയും ഗതികെട്ടൊരു പാർട്ടിയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ, അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കൈ അടയാളത്തിലാണ്, കോണി അടയാളത്തിലാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിഹ്നത്തിലാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചിഹ്നത്തിലാണ്. നമ്മുടെ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ, അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കൈ അടയാളത്തിലാണ്. ശ്രീ രാഹുൽ ഗാന്ധി കൈ അടയാളത്തിൽ, സോണിയാഗാന്ധി കൈ അടയാളത്തിൽ. പക്ഷെ CPM-ന്റെ സെക്രട്ടറിമാരുടെ അവസ്ഥ എന്താ? എത്ര കാലമായെന്നറിയ ചങ്ങാതിമാർ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട്. കാരണം സീതാറാം യെച്ചൂരി താമസിക്കുന്ന ഡൽഹിയിൽ, പ്രകാശ് കാരാട്ട് താമസിക്കുന്ന ഡൽഹിയിൽ, അതിനു മുമ്പുണ്ടായിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് താമസിച്ചത് ഡൽഹിയിൽ. ഇവരുടെ എല്ലാ വോട്ട് ഡൽഹിയിൽ. എന്നാൽ ഇവരുടെ വീട് നിൽക്കുന്ന മണ്ഡലത്തിലെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് സ്വന്തം പാർട്ടിക്ക് എവിടെയെങ്കിലും പാല് സൊസൈറ്റി തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു വോട്ട് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ട് കാലം എത്രയെന്നറിയാമോ ഈ പാർട്ടിക്കാർ? അവരാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത്. ഞാൻ കൂടുതൽ ദീർഘമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല ബോധ്യമുള്ള ആളുകളാണ്. നമ്മൾ പൊറുതി മുട്ടി, അല്ലേ? സത്യം പറഞ്ഞാൽ ജനങ്ങൾ പിണറായി വിജയൻ്റെ മോന്തയ്ക്കൊന്ന് കുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയം. അതുകൊണ്ടാണല്ലോ തങ്ങളുടെ ജില്ലയായ മലപ്പുറത്ത് പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് കേരളം മുഴുവൻ നടന്നു. ആർക്കും അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അതിനാ ഗോവിന്ദൻ പറഞ്ഞത് പിണറായി വിജയൻ അടുത്തേക്ക് പോകാൻ കഴിയില്ല. എന്താ കാര്യം? സൂര്യനാണ്, ഉദിച്ചുയരുന്ന സൂര്യനാണ് പിണറായി വിജയൻ, അടുത്തേക്ക് പോയ ചാമ്പലാവും എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഇരുന്ന് ചിരിക്കുക. പിണറായി വിജയൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പോയാൽ കത്തി ചാമ്പലാവും എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു പിണറായി വിജയൻ ഉദിച്ചുയരുന്ന സൂര്യനാണ്.
ഉടനെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി പറഞ്ഞല്ല, അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, തീയിൽ കുരുത്ത കുതിരയാണ്. എനിക്ക് CPM-കാരോട് ആകെയുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്, അവർ ഈ പിണറായി വിജയനെ പുകഴ്ത്തുമ്പോൾ സൂര്യൻ എന്ന് പറയും, കഴുകൻ എന്ന് പറയും, കഴുതയെന്ന് പറയും, കുതിരയെന്ന് പറയും, കാട്ടുമാക്കാൻ എന്ന് പറയും, എല്ലാം പറയും. ഒറ്റയൊരുത്തം പോലും ഇന്നത്തെ ദിവസം വരെ പിണറായി വിജയൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടില്ല. പുകഴ്ത്താൻ വേണ്ടി പോലും പിണറായി വിജയൻ മനുഷ്യനാണെന്ന് ഒരാളും പറയാറില്ല, ആ പാർട്ടിക്കാർ പോലും പറയാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ 140 മണ്ഡലത്തിലും ഇങ്ങനെ കെട്ടി എഴുന്നള്ളി നടന്നു. ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഏതെങ്കിലും സാധാരണക്കാർ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി, എത്ര മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചത്, പരാതി പറയാൻ വന്ന രോഗികളായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഉമ്മൻചാണ്ടി. ഓർക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃശ്യം, ഒരു മനുഷ്യൻ ഓടി വന്ന് ഉമ്മൻചാണ്ടിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ അദ്ദേഹത്തെ ഉമ്മ വെച്ചു, ഒരു പരാതിയും പറഞ്ഞില്ല. ഇത് പിണറായി വിജയനെ ആകെ തൊടാൻ പറ്റിയത് തങ്ങളുടെ നാട്ടുകാരൻ, നിലമ്പൂരുകാരൻ, കാരണം ഒരു പയ്യനാണ്, സ്കൂൾ കവി, NCC കേഡറ്റ് അല്ലേ, ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓർമ്മ വന്നു. അവൻ്റെ അടുത്തേക്ക് കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ കണ്ണ് തീർത്തൊരു ചാമ്പലങ്ങ് ചാമ്പി. പിണറായി വിജയൻ്റെ കണ്ണിലൂടെ പൊന്നീച്ച മാറി. അപ്പോൾ ആ മുഖം ഒന്ന് കാണണം. മുഖം കണ്ടു കഴിഞ്ഞാൽ ഇരുട്ടത്ത് വല്ല പറഞ്ഞാൽ പയ്യനെ അപ്പം വെട്ടിക്കൊന്നേനെ. ആ പയ്യനും വരണ്ടു പോയി. കൈ തട്ടി അബദ്ധം പറ്റിയതാണെന്ന് ആ പയ്യൻ പറഞ്ഞത്. പക്ഷേ സത്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ സാധാരണക്കാരായ 3.5 കോടി മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ പയ്യൻ കണ്ണിലൊരു പൊന്നീച്ച മാറിച്ചത്. അപ്പോൾ ആ പയ്യൻ, അപ്പോൾ PR എക്സൈസുകാർ പറഞ്ഞു, അയ്യോ ഇത് വലിയ ഡാമേജ് ആയിപ്പോയി, ഒരു കൊച്ചു പയ്യൻ കണ്ണിൽ തട്ടിയപ്പോഴത്തേക്കും അപ്പോഴേ മാപ്പ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിണറായി വിജയൻ പറഞ്ഞു, ഓ മാപ്പ് കൊടുക്കുന്നതാണോ എൻ്റെ ശൈലി എന്ന് ചോദിച്ചു. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മുടെ കാലുമേ ആരെങ്കിലും ചവിട്ടിയാൽ നമ്മൾ പറയും പോട്ടെ സാരമില്ല എന്ന് പറയും അല്ലേ. ഓർത്ത് വെച്ചിട്ട് അടുത്ത ആഴ്ച കാണുമ്പോൾ ആ പോട്ടെ സാരമില്ല എന്നാലും പറയില്ല. ഇത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു പോട്ടെ സാരമില്ല. എന്നിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു പേന കൊടുത്തു. നമ്മളൊക്കെ പേന കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നല്ലേ, സ്നേഹത്തോടെ. ഇതിങ്ങനെ കൊടുത്തേ, കാരണം ആ പേന വെച്ചെങ്ങാനും ചാമ്പൂ എന്നുള്ള പേടി കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ്റെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും. കാരണം എന്താ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കിയാൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു അല്ലേ. പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെയൊക്കെ ടാക്സ് വർദ്ധിപ്പിച്ചു. എന്നാൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, ഒരു ഇഡലി കഴിക്കാം, ഇഡലിയുടെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ വില കൂട്ടി അല്ലേ. സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി. നേരത്തെയൊക്കെ കടകളിൽ പോകുമ്പോൾ ഉഴുന്ന് വടയായിരുന്നു, ഇപ്പോൾ കടകളിൽ പോകുമ്പോൾ ഉഴുന്ന് വളയാണ്. കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാം, പരാതി പറയാൻ പറ്റില്ല, കാരണം ഉഴുന്നിൻ്റെ വില ഇരട്ടിയാക്കി മാറ്റി. അപ്പം അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി. എന്നാൽ പട്ടിണി കിടക്കാതെ ഇച്ചിരി വെള്ളം കുടിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. ഒരു വീട് വയ്ക്കാമെന്ന് വെച്ചാൽ വീട്ടുകാരം വർദ്ധിപ്പിച്ചു. വീട് വിൽക്കാമെന്ന് വിചാരിച്ചാൽ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. നാട്ടിൽ പുറത്തോട്ടിറങ്ങിയ കാട്ടുമൃഗങ്ങൾ മുഴുവൻ നാട്ടിലുണ്ട്. കാട്ടുപോത്തിറങ്ങി ശല്യം, കാട്ടാനിറങ്ങി ശല്യം, കരിമ്പുലി ഇറങ്ങി ശല്യം, എല്ലാം കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ ശല്യം വേറെ. അങ്ങനെ ആളുകൾ പൊറുതിമുട്ടി. എന്നാൽ കാട്ടിൽ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ആ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒളിച്ചോടി വന്ന സഹാക്കന്മാർ അവിടെ വിളിച്ചിരിക്കുന്നു. ഒരിടത്തും രക്ഷയില്ല. അങ്ങനെ പിണറായി വിജയൻ്റെ മോന്തയ്ക്കൊരു കുത്തു കൊടുക്കാം എന്ന ആളുകൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, എന്നാൽ ഇത് ആർക്കാ പറ്റിയ ഒരാളെന്ന് നോക്കിയിരിക്കുമ്പോൾ ആരിഫിനെ കാണുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ, ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ വിജയലക്ഷ്മി സിൽസിൻ്റെ പരസ്യം ഒരു ചുവരിൽ, വിജയലക്ഷ്മി സിൽസ് ഇവിടെയുള്ള ഒരു കടയാണ്. ഞാൻ നോക്കിയപ്പോൾ പുതിയൊരു മോഡൽ, പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇതാരുടെ പൃഥ്വിരാജ് സുകുമാരൻ വല്ലോ. അടുത്തേക്ക് വന്നപ്പോഴേ മനസ്സിലായി ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പടം ഒട്ടിച്ച് വെച്ചേക്കുക, വിജയലക്ഷ്മി സിൽസിൻ്റെ ചുവരെഴുതിയ ഇതിനകത്ത്. കൂടുതലൊന്നും പറയുന്നില്ല. 2 MP-മാരെ നിങ്ങൾക്ക് ധാരണയുണ്ട്. ആലപ്പുഴക്കാർക്ക് അറിയാം 2 MP-മാർ. ഞാൻ ആലപ്പുഴയിലൊരു ഡോക്ടർ പറഞ്ഞ ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2 MP-മാരുടെ സംഭാവന എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, KC വേണുഗോപാൽ 250 കോടി രൂപ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ആരിഫോ? അത് ആരിഫ് ഈ ഇടയ്ക്ക് പാരസെറ്റാമോൾ വാങ്ങിക്കാൻ നേരം OP ടിക്കറ്റ് എടുത്ത് 5 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ സംഭാവന 250 കോടിയും ആരിഫിൻ്റെ സംഭാവന OP ടിക്കറ്റിന് 5 രൂപ. അപ്പോൾ താരതമ്യപ്പെടുത്തണം, വിലയിരുത്തണം, നിങ്ങൾ വോട്ട് ചെയ്യണം. പിണറായി വിജയൻ്റെ നരേന്ദ്രമോദിയുടെ മോന്തയ്ക്ക് കുത്തുകൊടുക്കാൻ തീരുമാനിച്ച ആളുകൾ ബാലറ്റ് മെഷീനിൽ പിണറായി വിജയൻ്റെയും നരേന്ദ്രമോദിയുടെയും സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്താതിരിക്കാനുള്ള വിവേകം കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ഈ രാജ്യത്ത് ഫാഷിസത്തിനെതിരായിട്ടുള്ള ഉറച്ച ശബ്ദമായി, ഈ രാജ്യത്ത് സംഘപരിവാറുകാരൻ വയ്ക്കുന്ന എല്ലാ ചതിയുടെയും വഞ്ചനയുടെയും വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതേതര പ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം നൽകി മല്ലികാർജുന ഖാർഗെയുടെ, രാഹുൽ ഗാന്ധിയുടെ മതേതര പ്രസ്ഥാനത്തിന് നേർവഴി കാട്ടി നടത്തുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മലയാളക്കര സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പുത്രൻ, മലയാളത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ അഹങ്കാരമായ
പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ മുദ്രാവാക്യം വിളിക്കുന്ന സഹപ്രവർത്തകരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കരുനാഗപ്പള്ളിക്കാരൻ എത്ര പതിറ്റാണ്ട് കാലമായി അറിയുന്ന മനുഷ്യൻ, ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരന്റെയും സുഖസന്തോഷങ്ങളിൽ അവനോടൊപ്പം ചേർന്ന് നിന്ന, അവന്റെ സുഖദുഃഖങ്ങളിൽ അവനോടൊപ്പം ചേർന്ന് നിന്ന ഈ മനുഷ്യനെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ ജയിപ്പിക്കുക എന്ന ചോദ്യം ഓരോ സാധാരണക്കാരനും ചോദിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അത് നമ്മുടേതാണ്. വിജയം മതേതര പ്രസ്ഥാനത്തിൻ്റെതാണ്. ആ മതേതര പ്രസ്ഥാനത്തിന്റെ വിജയത്തിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാനനുമായ നേതാവ് ശ്രീ KC വേണുഗോപാലിന് കൈയടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.